വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ചയോളമായെന്ന് കരുതുന്നു ഞാൻ. അതായത് ഇപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പം തന്നെ റമദാനായതുകൊണ്ട് നോമ്പ്, അതിൻ്റെ ക്ഷീണം, യാത്ര ക്ഷീണം, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മാത്രം മഴ കിട്ടുന്നുള്ളല്ലോ. അപ്പം അങ്ങനെയൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ 2-3 അടിപൊളി കണ്ടന്റ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു സ്ഥലമൊക്കെ ഇപ്പോൾ കാണാനുണ്ട്, ഒരു അടിപൊളി വീഡിയോ കണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരമുണ്ട്, ബ്രസീൽ vs അർജന്റീന. ലാറ്റിൻ അമേരിക്കൻ കോമന്മാർ ഏറ്റുമുട്ടുന്ന ഒരു എൽ ക്ലാസിക്കോ. ആ ഒരു മത്സരത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്രം ചർച്ച ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ? ഓക്കെ, അപ്പം നിങ്ങളെ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയം പറയുമ്പോൾ ഏകദേശം ഒരു 10 മണി. ഇനി മത്സരത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പുലർച്ചെ 5:30 മത്സരം ഉള്ളത്. അപ്പോൾ അത്രയും ടൈം മാത്രമേ ഈ ഒരു വീഡിയോയ്ക്ക് വ്യൂ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയത് മുതൽ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഷുവറാണ്. കാരണം ഈ ഒരു മത്സരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മത്സരം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ആ ഒരു തണുപ്പിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് ചൂടേറിയ ഒരു മത്സരം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയണം, അതായത് ഞാനിതിന് മുമ്പ് തന്നെ ഇന്ന് തന്നെ 2 തവണ ഇത് എഡിറ്റ് ചെയ്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷനോട് കൂടി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കോപ്പറേറ്റ് ഇഷ്യൂ വന്നു. അപ്പോൾ തന്നെ ഞാനത് റിമൂവ് ചെയ്യുകയുണ്ടായത്. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നാലും വിട്ടുകൊടുക്കില്ല, നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യണം. അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രസീൽ vs അർജന്റീന. ബ്രസീലിനെ കുറിച്ച് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ബ്രസീൽ ഏകദേശം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അത്രമേൽ അവരിങ്ങനെ ലോയിലേക്ക് പോകുന്നു. അതായത് ഇപ്പം ബ്രസീലാണ്, ഞാൻ ബ്രസീൽ ഫാനാട്ടോ, അത് ഞാൻ ആദ്യം പറയാം. ബ്രസീൽ അത്രയും താന്നു പോയി. അതായത് വേൾഡ് കപ്പ് ആ ഒരു തോൽവിക്ക് ശേഷം, ക്രൊയേഷ്യയോടൊപ്പം തോറ്റ ശേഷം ടിറ്റയെ പുറത്താക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോം ഔട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫിഫ റാങ്കിങ്ങിൽ നിന്ന് പിറകോട്ട് പോകുന്നു. അതുപോലെ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫൈയിൽ നിന്ന് പിറകോട്ട് പോകുന്നു. അങ്ങനെ ചെറിയ ചെറിയ പാളിച്ചകൾ വന്നുകൊണ്ടിരുന്നു. പുതിയ കോച്ച് വന്നു. പക്ഷെ എന്നാലും ബ്രസീൽ അവിടെ ഇവിടെയൊക്കെ 2-3 മത്സരങ്ങളൊക്കെ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും അത്ര വലിയൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് ബ്രസീലിന് എത്തിപ്പിടിക്കാൻ കഴിയാതായി. എന്നാൽ ബ്രസീലിയൻ ടീമിനെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കളിക്കാരാണ്. അപ്പോൾ അത്ര അടിപൊളിയായിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള കളിക്കാരുണ്ടായിട്ട് പോലും ബ്രസീലിന് ആ ഒരു മത്സരങ്ങളിലേക്ക് ഒരു കണക്ഷൻ എത്തിപ്പെടാൻ സാധിക്കാതെ പോകുന്നു. അപ്പം ഇനി അർജന്റീനയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തോറ്റുപോയ ഒരു അർജന്റീന ഉണ്ടായിരുന്നു. അതായത് ഫൈനലുകളിൽ എത്തുന്നു, കോപ്പ അമേരിക്കയിൽ നമുക്കറിയാം ഫൈനലിൽ എത്തുന്നു, പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നുപോയ അർജന്റീന പെട്ടെന്ന് ഒരു വേൾഡ് കപ്പിൽ ഉയർന്നു വരുന്നു. ആ ഒരു വേൾഡ് കപ്പിൽ അവരുടെ കോൺഫിഡൻസ് ലെവല് വളരെ ഹൈ ആയിരുന്നു. അവിടുന്ന് ആ ഒരു പരിശീലകൻ സ്കലോണി വന്ന ശേഷം അവർ വളരെ മുകളിലേക്ക് ഹൈ ആയിട്ട് അവരെന്തായി ഫോമിലേക്ക് എത്തുന്നു. അവരുടെ പ്ലെയേഴ്സൊക്കെ പക്ക ഫോമിൽ വർക്ക് ചെയ്യുന്നു. അടിപൊളി ഗെയിംസ് അവർ പുറത്തെടുക്കുന്നു. അങ്ങനെ അവർ വേൾഡ് കപ്പ് നേടി. പിന്നെ കോപ്പ അമേരിക്ക 2 തവണ അവർ നേടി. ലയണൽ മെസ്സിക്ക് വേണ്ടിയുള്ള ഒരു ഫുട്ബോൾ മത്സരമായിരുന്നു അവരൊക്കെ കളിച്ചിരുന്നത്. അങ്ങനെ ബ്രസീലും അർജന്റീനയും വീണ്ടും 2-3 തവണ ഏറ്റുമുട്ടി. നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ കോപ്പ അമേരിക്ക ഫൈനലൊക്കെ. ആ ഒരു മത്സരത്തെ വിലയിരുത്തി എല്ലാവരും നെയ്മറിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നെയ്മറിനെ നമ്മൾ ആ ഒരു മൈതാനത്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മത്സരം എല്ലാവരും കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു. മത്സരം തുടങ്ങുന്നതിൻ്റെ ഡേറ്റ് ഒക്കെ വന്ന് നമ്മളതിൽ കാത്തിരുന്ന ഒരു സമയത്ത് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ വരെ നെയ്മറിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയാം, അവസാന നിമിഷം നമുക്ക് നെയ്മറിനെ മിസ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെയായിരുന്നു ലയണൽ മെസ്സിയും ഇല്ലാതെയാണ് അർജന്റീനയും ഇറങ്ങാൻ പോകുന്നത്. അപ്പം ബ്രസീലിൽ ഓൾറെഡി ഇപ്പം അൽസണൊക്കെ പരിക്ക് പറ്റിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ഇല്ലാതെയാണ് ബ്രസീലും അർജന്റീനയും നാളെ എന്ന് പറയില്ല, ഇനി ഇന്ന് തന്നെ പറയേണ്ടി വരും, ഓക്കെ, ഏറ്റുമുട്ടാൻ പോകുന്നത്.
സോ ആ ഒരു മത്സരം വളരെ കടുപ്പമേറിയ ഒരു മത്സരമായിരിക്കും. ഇരു ടീമുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജയമാണ്. പക്ഷെ അർജന്റീനക്ക് ഈ ഒരു മത്സരം സമനിലയായാൽ പോലും വേൾഡ് കപ്പ് ക്വാളിഫൈ തീർച്ചയായിട്ടും എത്തിപ്പെടാൻ സാധിക്കും. ബ്രസീൽ തീർച്ചയായിട്ടും വിജയിക്കേണ്ട ഒരു മത്സരമാണ്. ബ്രസീൽ എന്തായാലും ക്വാളിഫൈ ചെയ്യും, അത് വേറൊരു കാര്യം. ഓക്കെ, പക്ഷെ ഈ ഒരു മത്സരം എന്ന് പറയുമ്പം അർജന്റീനയിൽ പോയിട്ടാണ് ഈ ഒരു മത്സരം. ബ്രസീലിൽ വന്നിട്ട് ബ്രസീലിനെ അർജന്റീന തോൽപ്പിച്ചുവെങ്കിൽ ബ്രസീലിനെ അർജന്റീനയിൽ പോയി അർജന്റീനയും തോൽപ്പിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ ബ്രസീൽ ഫാനാണ്, ബ്രസീലിന്റെ അടുത്തെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പം അർജന്റീനയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബ്രസീലിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ ഒരു മത്സരത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരം വളരെ അടിപൊളിയായിട്ടൊരു മത്സരമായിരിക്കും. അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുകയും. പക്ഷേ ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഒരുപാട് കാർഡുകൾ, അതായത് വെട്ടിങ് കുത്ത്, നിങ്ങൾക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ ഒരു കൊമ്പൻ മത്സരമാകുമ്പോൾ ഒരു യുദ്ധം പോലെ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പം ISL ചില മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ISL പറയുന്നില്ല, ISL ഇപ്പോൾ പലർക്കും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അങ്ങനെ ഈ ഒരു ബ്രസീൽ അർജന്റീന നാളത്തെ മത്സരം ഏതായാലും ഒരു യുദ്ധ പോരാട്ടമായിരിക്കും. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അത്രയും മനോഹരമായ ഒരു മത്സരമായിരിക്കും അത് എന്തായാലും. അപ്പം ബ്രസീലിനും അർജന്റീനയും ഇതിനു മുന്നുള്ള മത്സരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ബ്രസീലിനായിരുന്നു ഒരു മുൻതൂക്കം. അതായത് അർജന്റീനയെ എങ്ങനെ കിട്ടിയാലും തോൽപ്പിച്ചിരുന്ന ഒരു ടീമായിരുന്നു ബ്രസീൽ. പിന്നെ അർജന്റീന അവരെ തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു വന്നു. സോ ഇപ്പം ഈ ഒരു കാലയളവിൽ കുറച്ച് മത്സരങ്ങളിൽ ബ്രസീലിന് അർജന്റീനക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അർജന്റീന ആവട്ടെ മികച്ചൊരു ഫോമിലേക്ക് എത്തിയ ശേഷം ബ്രസീലിനെ 2-3 തവണ തോൽപ്പിക്കുകയും ചെയ്തു. സോ ബ്രസീലിനെ ഇപ്പോൾ അവസാന കളിയിൽ ഒരു ഗോളിന് തോൽപ്പിക്കുകയുണ്ടായി. ആ കളിയിൽ ബ്രസീൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോമൗട്ടിലാണെങ്കിൽ പോലും അവർ നല്ലൊരു പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പുള്ള മത്സരം, ഒരു മത്സരം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഒരു മത്സരമൊക്കെ സമനിലയിലായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും നല്ലൊരു മത്സരം തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ നമ്മൾ ആരാധകരിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ കോച്ചിന്റെ ലെഫ്രിമാരുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. സോ ചിലപ്പോൾ പെനാൽറ്റി അനുവദിക്കാതിരിക്കാം. ഫുട്ബോളാണ്, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാം അത് തീർച്ചയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ്, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും. ഇപ്പം ഈ ഒരു മത്സരത്തിൽ ആരാണോ ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നത് അവർക്കായിരിക്കും ഈ ഒരു മത്സരത്തിന്റെ മുൻതൂക്കം. അതായത് ആദ്യം ഗോൾ സ്കോർ ചെയ്താൽ പിന്നെ പതിയെ ഹോൾഡ് ചെയ്ത് എന്താവും അവർ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു മത്സരമായിരിക്കും. അപ്പം നിലവിൽ അർജന്റീന 1-ാം സ്ഥാനത്താണ്, ബ്രസീൽ 3-ാം സ്ഥാനത്താണുള്ളത്. ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്രസീലും അർജന്റീനയും ജസ്റ്റ് 2-3 പോയിന്റ്സ് വ്യത്യാസത്തിൽ ബ്രസീൽ 2-ാം സ്ഥാനത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ കഴിഞ്ഞ കളിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ യുറോഗ്വയെ അർജന്റീന തോൽപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രസീൽ ആണെങ്കിൽ കൊളംബിയയും തോൽപ്പിക്കുകയുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും ഒരു വിജയത്തിന് ശേഷമാണ് ഏറ്റുമുട്ടാനിരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം രണ്ട് ടീമും നല്ലൊരു വെല്ലുവിളി ഉയർത്തിപ്പെടുന്ന ഒരു അടിപൊളി ഫോമിലേക്കാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഒരു യുദ്ധ പോരാട്ടം, ഒരു ഫൈനൽ, ഒരു എൽ ക്ലാസിക്കോ നമ്മളെ കാത്തിരിക്കുകയാണ്, ബ്രസീൽ vs അർജന്റീന. അപ്പോൾ ഒട്ടും മിസ് ചെയ്യില്ല. എനിക്കറിയാം നിങ്ങൾ മിസ് ചെയ്യില്ലെന്ന്. ഇനി നിങ്ങൾ മിസ് ചെയ്യാതെ തീർച്ചയായിട്ടും കണ്ടിരിക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് സ്കോറും പ്രവചിക്കാം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മളെ ഒരു സ്കോർ പ്രവചനം പറയാനില്ല. നമ്മൾ ബ്രസീലാകുമ്പോൾ ബ്രസീൽ തോൽക്കുന്നൊന്നും പറയാൻ പാടില്ലല്ലോ. ഓക്കെ, ഞാൻ തൽക്കാലം 1-1 ഡ്രോ പറയുന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസീൽ വിജയിക്കുമെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.